ഫ്രണ്ട്സ്, അപ്പം മഴതോര് മുമ്പിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അച്ഛനും മകളും തിരിച്ച് വരികയാണ് കേട്ടോ. അലീന ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. ബാലചന്ദ്രൻ കൃഷ്ണയോട് പറയുന്നു, മോള് പോയി കിടന്ന് ഉറങ്ങിക്ക്, ഇന്നലെ മുഴുവനും കിടന്ന് കരഞ്ഞതല്ലേ, മുഖമൊക്കെ കഴുകിയിട്ട് പോയി കിടന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും കൃഷ്ണമോള് അങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും പോയില്ല, വായും പൊത്തി പിടിച്ചിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം പറഞ്ഞ് പതുക്കെ അലീനയോടൊന്നും പറയല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് വരികയുന്നുണ്ടായിരുന്നു. അത് പറയും, മോളെന്നാൽ കിടന്നു എന്ന് പറയുമ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബാലേന്ദ്രൻ ഗാർഡനിലൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം മനുവിനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ സമയം മനു നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ മനു ചാടി എഴുന്നേറ്റ് അവിടെ അങ്കിൾ എവിടെയായിരുന്നു, ഫോൺ എന്താ ഓഫ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം പറയും, മനു നീ തോക്കിൽ കയറി വെടിയൊന്നും വെക്കല്ലേ, ഞാൻ പറയാം. എന്നിട്ട് സ്ഥലവും ലൊക്കേഷനും എല്ലാം മനുവിന് അയച്ചു കൊടുക്കും, നീ ആരോടും പറയില്ലേ എന്ന് പറയുമ്പോൾ മനു പറയില്ല, ഞാൻ ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന ഉറക്കം എഴുന്നേറ്റ് കൃഷ്ണ മുറുക്കി പിടിച്ചിടന്ന് കെട്ടിപ്പിടിച്ചിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൃഷ്ണയെ പിടിവിട്ടിട്ട് അലീന എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വന്ന് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പറയും, ഞാനിന്ന് ചായ ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന പോയി ചായ ഇട്ട് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെയാണ്, ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് പറയുമോ എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നത്, സാർ ഞാൻ എന്ത് പറയാനാണ് സാർ, സാറിൻ്റെ കാരുണ്യത്തിൽ ഞാൻ ജീവിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പറയാം, അതെന്താ അത് ഇത്ര കുറച്ചിലാണോ എന്ന് ചോദിക്കും. അങ്ങനെ എനിക്ക് കുറച്ചിലായിട്ട് ഒരിക്കലും തോന്നുന്നില്ല എന്ന് പറയും. ഞാൻ ആരാണെന്ന് എനിക്കറിയാമല്ലോ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ എന്നാ ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പിടിച്ച് ബാലചന്ദ്രൻ്റെ അടുത്ത് അലീനെ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഇങ്ങനെ ആരുടെയും മോശാരത്തിലൊന്നും ജീവിക്കേണ്ട ആളല്ല എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എൻ്റെ മൂത്ത മകളായിട്ട് തന്നെ ജീവിക്കണം, നിനക്ക് എല്ലാ സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഉണരും. കൃഷ്ണമോൾ ചോദിക്കും, ചേച്ചി എനിക്കൊരു ഉടുപ്പ് തരുമോ എന്ന് ചോദിക്കും. ഞാൻ പറയും, നീ അതൊക്കെ എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് ബാഗിൽ നിന്ന് എടുത്താൽ പോരെയെന്ന് ചോദിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തിക്ക് വെപ്രാളം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് അങ്ങനെ രാജീവിനെ വിളിക്കുകയാണ്. അവരവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവരെ മൂന്നുപേരും കൂടെ അലീനയും കൊണ്ട് വരുമോ, നമ്മൾ ഈ ചെയ്തതെല്ലാം വെള്ളത്തിലായി പോവുക, എന്താണ് അവസ്ഥ അന്നേരം പറയുന്നുണ്ടോ, അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, നീ ഒന്നും വിഷമിക്കാതിരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ ആശ്വസിപ്പിച്ച് നിർത്തുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അമ്മ ആടുന്ന് ഭയങ്കര വിളി, എനിക്ക് വെള്ളമൊന്നും കിട്ടുന്നില്ല, വെള്ളമൊന്നും തന്നില്ല, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കാറുന്നത്, ചുമ്മാ മനുഷ്യനൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ല, അപ്പോഴേക്കും ചുമ്മാ കിടന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴുണ്ട് മനുവിനെ കണ്ടതിൽ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മനുവിനോട് പറയുന്നുണ്ട്, എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴത്തേക്ക് എന്നെങ്കിലും മനുവേട്ടൻ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവും ഇതൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ അവർ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരു ട്രിപ്പ് വന്നതുപോലെ സന്തോഷമായിട്ട് കൃഷ്ണയും അലീനയും മനുവും എല്ലാം കൂടെ അവിടെ എല്ലാം നടന്ന് ഓരോന്ന് കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു പ്രമോയായിരുന്നു. അപ്പം ഇന്നത്തെ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.